Good afternoon. കഴിഞ്ഞ ക്ലാസ് നമ്മൾ കോളം ക്രോമറ്റോഗ്രാഫി എങ്ങനെയാണ് ജനറലി ചെയ്യുന്നതെന്നുള്ളത് പഠിച്ചിരുന്നു അല്ലേ? അപ്പൊ നമുക്ക് കോളം ക്രോമറ്റോഗ്രാഫി പല ടൈപ്സ് ഉണ്ടെന്ന് പറഞ്ഞത്. കോളം ക്രോമറ്റോഗ്രാഫി എന്ന് പറഞ്ഞാൽ ടെക്നിക് ഓഫ് ക്രോമറ്റോഗ്രാഫിയാ. തിൻ ലെയറും പേപ്പറും കൂടാതെ കോളമും പഠിച്ചായിരുന്നു. ഇനി നമുക്ക് പഠിക്കാനുള്ളത് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ക്രോമറ്റോഗ്രാഫി. അതിലൊന്നാണ് അഡ്സോർപ്ഷൻ ക്രോമറ്റോഗ്രാഫി. അപ്പൊ ഇതിന്റെ കീഴിൽ നമ്മൾ അയൺ എക്സ്ചേഞ്ച്, ജെൽ ഫിൽട്രേഷൻ, പല ടൈപ്സ് ഓഫ് ക്രോമറ്റോഗ്രാഫി ഉണ്ട്. അവിടെ എന്ന് വെച്ചാൽ സെപ്പറേഷന്റെ പ്രിൻസിപ്പിൾ, ബേസിക് പ്രിൻസിപ്പിൾ ഓഫ് സെപ്പറേഷൻ, അത് ഒരു എങ്ങനെയാണ് ആ ഇന്ററാക്ഷൻ ഡിഫർ ചെയ്യുന്നത് അതിനെ ബേസ് ചെയ്തിട്ടായിരിക്കും ഓരോ ടൈപ്പ് ഓഫ് ക്രോമറ്റോഗ്രാഫി. ഇനി നിങ്ങൾക്ക് അഡ്സോർപ്ഷനും അബ്സോർപ്ഷനും നമ്മളെ വ്യത്യാസം അറിയായിരിക്കും. അബ്സോർപ്ഷൻ എന്ന് പറഞ്ഞാൽ അകത്തോട്ടുള്ള ഒരു ഫിനോമിനാണ്. അഡ്സോർപ്ഷൻ വെച്ചാൽ സർഫസ് ഫിനോമിനാണ്. ഇപ്പോൾ ഒരു കാർട്ടൂൺ വഴി അത് എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. അഡ്സോർപ്ഷൻ ഇപ്പോൾ ഈ കേക്ക് മുഖത്തോട്ട് അടിച്ചു കഴിഞ്ഞാൽ അത് അഡ്സോർബ് ചെയ്യപ്പെടത്തുള്ളൂ. പക്ഷെ കഴിക്കുകയാണെങ്കിൽ അബ്സോർബ് ചെയ്യപ്പെടും. നിങ്ങൾക്ക് മനസ്സിലാൻ വേണ്ടി കാർട്ടൂൺ ഇട്ടേക്കുന്നത് അഡ്സോർപ്ഷനും അബ്സോർപ്ഷനും തമ്മിലുള്ള വ്യത്യാസം. സോ അഡ്സോർപ്ഷൻ ഇസ് എ സർഫസ് ഫിനോമിനൻ. ഇനി അഡ്സോർബെന്റ്, അഡ്സോർബേറ്റ്, ഈ ടേംസ് നമുക്കറിയണം. അഡ്സോർബേറ്റ് എന്ന് പറഞ്ഞാൽ സബ്സ്റ്റൻസ് ദാറ്റ് ഈസ് അഡ്സോർബ്ഡ്. എന്തിലേക്കാണോ അഡ്സോർബ് ചെയ്യപ്പെടുന്നത് അതിനെയാണ് അഡ്സോർബെന്റ് എന്ന് പറയുന്നത്. അപ്പൊ അത് പോറസ് ഇൻ നേച്ചർ ആയിരിക്കും. ഇപ്പൊ നിങ്ങൾ കേട്ടിട്ടുണ്ടോ ഈ പൊല്യൂട്ടൻസ് ഒക്കെ കളയാൻ വേണ്ടി ചാർക്കോൾ ഉപയോഗിക്കുന്നൊക്കെ കേട്ടിട്ടുണ്ടോ? ചാർക്കോൾ എന്ത് ചെയ്യും? ഈ പൊല്യൂട്ടൻസിനെയൊക്കെ അഡ്സോർബ് ചെയ്യും, സർഫസിലോട്ട് അഡ്സോർബ് ചെയ്യും. അപ്പൊ അങ്ങനെ ഇഷ്ടംപോലെ അഡ്സോർബൻസ് യൂസ് ചെയ്യാറുണ്ട് ചാർക്കോൾ കൂടാതെ. അലുമിനിയം ഒരു അഡ്സോർബൻ ആണ്. അതിന്റെ എക്സാമ്പിൾ ഞാൻ അടുത്ത സ്ലൈഡിൽ കാണിക്കുന്നുണ്ടായിരിക്കും. അപ്പൊ ആ സർഫസിലേക്ക് അഡ്സോർബ് ചെയ്യപ്പെടുന്ന സബ്സ്റ്റൻസുമായിട്ടുള്ള പലതരം ഇന്റർമോളിക്കുലർ ഫോഴ്സസ് ഉണ്ടാവും അഡ്സോർബന്റും അഡ്സോർബേറ്റും തമ്മിൽ. ഓക്കെ, അപ്പൊ അഡ്സോർബന്റ് എന്ന് പറഞ്ഞാൽ എന്താണോ അഡ്സോർബ് ചെയ്യുന്നത് അതാണ് അഡ്സോർബന്റ്. എന്തിനെയാണോ അഡ്സോർബ് ചെയ്യുന്നത് അതാണ് അഡ്സോർബേറ്റ്. അപ്പോൾ അഡ്സോർപ്ഷൻ ക്രോമറ്റോഗ്രാഫി എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ സെപ്പറേഷൻ ബേസ്ഡ് ഓൺ ഇന്ററാക്ഷൻ ബിറ്റ്വീൻ അഡ്സോർബേറ്റ് ആൻഡ് അഡ്സോർബൻറ്റ്. അപ്പോൾ എത്രത്തോളം ഇവർ തമ്മിലുള്ള ഇന്ററാക്ഷൻ കൂടുതലാണോ അത്രത്തോളം ആ ഇന്ററാക്ഷൻ കൂടുതൽ വെച്ചാൽ അവിടെ ഇങ്ങനെ റീറ്റെയിൻ ചെയ്യും. അപ്പോൾ നമ്മളൊരു കോളത്തിലാണ് ചെയ്യുന്നതായിരിക്കട്ടെ. അപ്പോൾ കോളത്തിൻ്റെ അകത്ത് ഒരു അഡ്സോർബൻ്റ് ഉണ്ട്, എ ബി സി എന്നുണ്ട്. അത് ഞാൻ അടുത്ത സ്ലൈഡിൽ കാണിച്ചു തരാം. അതായത് നോക്ക്, ഇവിടെ നമുക്ക് 3 ടൈപ്പ് ഓഫ് സാമ്പിൾ ഉണ്ട് അല്ലേ? 3 സാമ്പിൾ ഉള്ള ഒരു മിക്സ്ചറാണിത്. ഇതാണ് നമ്മുടെ അഡ്സോർബൻ്റ് എന്ന് ഇരിക്കട്ടെ. അപ്പൊ ഇത് ഏറ്റവും കൂടുതൽ സ്ട്രോങ് ആയിട്ട് അഡ്സോർബ് ചെയ്യപ്പെടുന്നു. ഇത് അതിനെക്കാട്ടി കുറഞ്ഞ രീതിക്ക്. ഇത് തീരെ കുറവ് അഡ്സോർപ്ഷനേ ഉള്ളൂ. അപ്പൊ എന്ത് സംഭവിക്കും? എല്യൂഷൻ ചെയ്യുമ്പോൾ ഈ ഏറ്റവും കുറഞ്ഞ അഡ്സോർബ് ചെയ്യപ്പെടുന്ന സാധനം ആദ്യം പുറത്തേക്ക് വരും. രണ്ടാമത് ഈ യെല്ലോ സാധനം വരും. മൂന്നാമത് ഏറ്റവും സ്ട്രോങ് ആയിട്ട് അഡ്സോർബ് ചെയ്യപ്പെടുന്നതായിരിക്കും ഏറ്റവും അവസാനം വരുന്നത്. അപ്പൊ ഈ സെപ്പറേഷൻ, ഈ ഡിഫറൻസ് ഇൻ ഇന്ററാക്ഷൻ ബിറ്റ്വീൻ അഡ്സോർബൻ ആൻഡ് അഡ്സോർബേറ്റ് ഡിറ്റർമിൻസ് ഹൗ ഇറ്റ് ഈസ് എല്യൂട്ടഡ്. അപ്പൊ ആ സെപ്പറേഷൻ അതിനെ ബേസ് ചെയ്തിട്ടാണ്. അപ്പൊ ഇവിടെ വേറൊരു ഫിഗറിലും കാണിച്ചിട്ടുണ്ട്. ഇപ്പൊ സിലിക്ക, അലുമിനൊക്കെ അഡ്സോർബൻസാ. അതാണ് ഇവിടെ കോളത്തിലെടുത്തേക്കോ. ഓക്കെ, അപ്പോൾ ഈ സോൾവെന്റ് ആണ്. നമ്മൾ മിക്സ്ചർ ഇങ്ങോട്ട് ആഡ് ചെയ്യുന്നത്. എക്സും വൈയും ഉള്ളൊരു മിക്സ്ചറാണ് ആഡ് ചെയ്യുന്നത്. അപ്പോൾ അഡ്സോർപ്ഷന്റെ നടക്കുമ്പോഴത്തേക്ക് എക്സിന് കൂടുതൽ ഇന്ററാക്ഷൻ ഉണ്ട്. അഡ്സോർബൻറ്റ് ആയിട്ട് കൂടുതൽ ഇന്ററാക്ഷൻ ചെയ്യുന്നത് എക്സ് ആണ്. വൈ കുറച്ചുകൂടെ വീക്ക് ആയിട്ടായിരിക്കും ഇന്ററാക്ട് ചെയ്യുന്നത്. അപ്പോൾ ആദ്യം എല്യൂഷൻ ചെയ്യുമ്പോൾ വൈ പുറത്തേക്ക് വരും, എക്സ് അവിടെ റിറ്റെയിൻ ചെയ്യും. പിന്നീട് വീണ്ടും സോൾവെന്റ് ഒഴിക്കുമ്പോഴായിരിക്കും എക്സ് പതുക്കെ പുറത്തേക്ക് വരുന്നത്. കണ്ടോ, മിക്സ്ചർ രണ്ടും സെപ്പറേറ്റ് ചെയ്ത്. അപ്പോൾ ഇതാണ് ഇതിന്റെ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. അപ്പോൾ യൂഷ്വലി കോമൺലി യൂസ്ഡ് അഡ്സോർബൻസ് എന്ന് പറയുന്നത് ഇൻ ദി ഓർഡർ ഓഫ് ഇൻക്രീസിങ് അഡ്സോർബിങ് പവർ ഒന്നും എഴുതണം നിങ്ങൾ. ഈ എക്സാമ്പിൾസ് പഠിച്ചിരുന്നാൽ മതി. സെല്ലുലോസ്, സ്റ്റാർച്ച്, സൂക്രോസ്, കാൽഷ്യം കാർബണേറ്റ്, മെഗ്നീഷ്യ, സിലിക്ക ജെൽ, അലുമിന, ഇതെല്ലാം കോമൺലി യൂസ്ഡ് അഡ്സോർബൻസ് ആണ് കേട്ടോ. ഇനി ഇതിന് ഉപയോഗിക്കുന്ന സോൾവെൻസിന്റെ പ്രത്യേകതയാണ്. സോൾവെൻസ് പറയുമ്പോഴത്തേക്ക് ഏതൊരു ഓർഗാനിക് സോൾവെന്റ് വേണമെങ്കിലും സോൾവെന്റ് ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാം. പക്ഷെ ഈ സാമ്പിളിനെ ഏറ്റവും കൂടുതൽ സോലിബിലൈസ് ചെയ്യുന്ന സോൾവെന്റ് ഉപയോഗിക്കുന്നതാവും നല്ലത്. എത്ര നല്ല സോലിബിലിറ്റി ഉണ്ടോ അപ്പോൾ അത്രയും കുറച്ച് സോൾവെന്റ് ഉപയോഗിച്ചാൽ മതി. അപ്പോൾ വളരെ കുറച്ച് സോൾവെന്റ് നമ്മൾ സാമ്പിൾ സോലിബിലൈസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വോളിയം മിനിമത്തിൽ നിർത്താം. വോളിയം മിനിമത്തിൽ നിർത്തുന്നതാണ് എപ്പോഴും നല്ലത്. കഴിഞ്ഞ ക്ലാസ് നമ്മൾ കേട്ടിട്ടുണ്ട് അല്ലേ? സാമ്പിൾ വോളിയം തന്നെ വളരെ കുറച്ചുള്ളതാണ് എപ്പോഴും നല്ല റെസൊല്യൂഷന് നല്ലത്. പിന്നെ സോൾവെന്റ് എന്ന് വെച്ചാൽ വളരെ ഫാസ്റ്റ് ആയിട്ട് എല്യൂട്ട് ചെയ്യപ്പെട്ടാൽ നമ്മൾ യൂസ് ചെയ്യുന്ന സോൾവെന്റ് നമ്മുടെ സൊല്യൂട്ടിനെ പെട്ടെന്ന് എല്യൂട്ട് ചെയ്ത് പുറത്തേക്ക് എടുക്കുകയാണെങ്കിൽ അവിടെ സെപ്പറേഷൻ ചിലപ്പോൾ പൂവറായിരിക്കും. ഇപ്പോൾ എ ബി സി എന്നുള്ളത് എയും ബിയും സിയും ഒക്കെ പുറകെ അങ്ങ് പോരും. അപ്പോൾ ഫാസ്റ്റ് ആയിട്ട് എല്യൂട്ട് ചെയ്യുന്നതായിരിക്കരുത് നമ്മുടെ സോൾവെന്റ്. ഈ തീരെ പതുക്കെ എല്യൂഷൻ ചെയ്യുന്ന സോൾവെന്റ് ആണെങ്കിൽ എന്ത് പറ്റും? ഒത്തിരി സമയം എടുക്കും ഈ എല്യൂഷൻ നടക്കാനായിട്ട്. റിട്ടൻഷൻ ടൈം വളരെ കൂടും. റിട്ടൻഷൻ ടൈം എന്ന് വെച്ചാൽ എത്ര നേരം ഈ സബ്സ്റ്റൻസ് ആ കോളത്തിൽ റീറ്റെയിൻ ചെയ്യുന്നു, ആ ടൈമാണ് റിട്ടൻഷൻ ടൈം. ഇപ്പോൾ ആ ടൈം ഒരുപാട് കൂടിയ എല്യൂഷൻ ഒരുപാട് ടൈം, ആ സെപ്പറേഷൻ ഒരുപാട് ടൈം എടുക്കും. നമുക്ക് യു ഹാവ് ടു സെലക്ട് എ സോൾവെന്റ് വിച്ച് ഇസ് somewhere between these two. ഓക്കെ, കോമൺലി യൂസ്ഡ് സോൾവെന്റ്സ് ആണ് ഈ കാണുന്നതൊക്കെ. ഓക്കെ, ഇതെല്ലാം സാധാരണ യൂസ് ചെയ്യുന്ന അഡ്സോർപ്ഷൻ ക്രോമറ്റോഗ്രാഫിക്ക് ഉപയോഗിക്കുന്ന സോൾവെന്റ്സ് ആണ്. ക്ലിയർ? ഇത്രയും ക്ലിയർ ആയോ?
ഇനി അഡ്സോർപ്ഷൻ ക്രോമറ്റോഗ്രാഫി നമ്മൾ നടത്തുന്ന രീതി, ടെക്നിക്ക്, അത് നമുക്ക് TLC മോഡിൽ ചെയ്യാം. അഡ്സോർപ്ഷൻ ക്രോമറ്റോഗ്രാഫി കോളം രൂപത്തിൽ ചെയ്യാം. അതായത് കോളത്തിൽ നമ്മൾ അഡ്സോർബന്റ് ഫില്ല് ചെയ്ത് വേണമെങ്കിൽ ചെയ്യാം. TLC ആകുമ്പോഴത്തേക്ക് ഒരു ഗ്ലാസ് പ്ലേറ്റിൽ, സിലിക്ക ആണെങ്കിൽ നമുക്ക് ഗ്ലാസ് പ്ലേറ്റിലേക്ക് ഇട്ടാൽ മതിയല്ലോ, ഗ്ലാസ് പ്ലേറ്റിലേക്ക് സ്പ്രെഡ് ചെയ്താൽ മതി. ഇനി പേപ്പർ ക്രോമറ്റോഗ്രാഫി ആയിട്ടും ചെയ്യാം. കാരണം പേപ്പർ ഇംപ്രഗ്നേറ്റഡ് വിത്ത് അഡ്സോർബൻസ് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. അപ്പോൾ നമുക്ക് ഇത് ഏത് മോഡിൽ വേണമെങ്കിലും അഡ്സോർപ്ഷൻ ക്രോമറ്റോഗ്രാഫി ചെയ്യാം. പേപ്പർ ക്രോമറ്റോഗ്രാഫി മെത്തേഡിൽ ചെയ്യാം, TLCയിൽ ചെയ്യാം, കോളത്തിൽ ചെയ്യാം. മനസ്സിലായോ? അപ്പോൾ നിങ്ങൾ ഇപ്പോൾ എക്സാമിന് അഡ്സോർപ്ഷൻ ക്രോമറ്റോഗ്രാഫിയാണ് എസ്സേ വരുന്നതെങ്കിൽ നിങ്ങൾ ഈ 3 ഒരു വളരെ സിമ്പിളായിട്ട്, വളരെ ബ്രീഫായിട്ടൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യണം. ടെക്നിക്കിൻ്റെ കീഴിൽ നിങ്ങൾ ഇറ്റ് ക്യാൻ ബി ക്യാരിഡ് ഔട്ട് യൂസിങ് കോളം, TLC, പേപ്പർ എഴുതിയിട്ട് പേപ്പറിൻ്റെ കീഴിൽ എങ്ങനെയാണ് പേപ്പർ ആണെങ്കിൽ ചെയ്യുന്നത്. ഒരു വ്യത്യാസമേ ഉള്ളൂ, പേപ്പർ ആകുമ്പോൾ ആ സെല്ലുലോസ് പേപ്പർ അതേപടി യൂസ് ചെയ്യുമല്ല, പേപ്പർ ഇംപ്രഗ്നേറ്റഡ് വിത്ത് അഡ്സോർബൻ്റ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അതേ ഉള്ളൂ വ്യത്യാസം. ബാക്കിയെല്ലാം ഒരേ, നമ്മൾ പേപ്പറിൻ്റെ കീഴിൽ എങ്ങനെയാണോ പഠിച്ചത് അതെല്ലാം അവിടെ എഴുതണം. TLC ആണെങ്കിൽ ആ ഗ്ലാസ് സ്ലൈഡിലേക്ക് സ്പ്രെഡ് ചെയ്യുന്ന കാര്യം, അവിടെ സ്പ്രെഡ് ചെയ്യുമ്പോൾ എന്തുവാ, അഡ്സോർബൻ്റ് സ്പ്രെഡ് ചെയ്യുന്നതായിട്ട് എഴുതണം സ്പ്രെഡർ ഉപയോഗിച്ച്. ഇനി കോളം ആണെങ്കിലോ, ആ കോളത്തിൽ നമ്മൾ കുറേ പ്രോസസ്സ് പറഞ്ഞിട്ടില്ലേ എങ്ങനെ ഫില്ല് ചെയ്യുന്നു എന്നൊക്കെ, കോളം പ്രിപ്പറേഷൻ, അവിടെ നമ്മൾ അഡ്സോർബൻ്റ് കോളത്തിൽ ഫില്ല് ചെയ്യുന്നു എന്നുള്ള രീതിക്ക് എഴുതണം. മനസ്സിലായി? 3 അവിടെ എക്സ്പ്ലെയിൻ ചെയ്യേണ്ടി വരും. അപ്പം സാധാരണ യൂസ് ചെയ്ത അഡ്സോർബൻ്റ് ഏതൊക്കെയാണെന്ന് ഞാൻ പറഞ്ഞു. ഇറഗുലർ ഷേപ്ഡ് പോറസ് പാർട്ടിക്കിൾ, അതിൻ്റെ എക്സാമ്പിൾ ഞാൻ പറഞ്ഞിരുന്നു. ഇപ്പോൾ കോളം ആണെങ്കിൽ ഈ നമ്മൾ ഫില്ല് ചെയ്യുന്ന അഡ്സോർബൻ്റ് വെച്ചാൽ ആവശ്യത്തിനുള്ള എലിമെന്റ് ഫ്ലോ തരുന്നതായിരിക്കണം. ഓക്കെ. ആൻഡ് റിസോൾവിങ് പവർ ബെസ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയൽ ആയിരിക്കണം യൂസ് ചെയ്യുന്നത്. അതനുസരിച്ച് വേണം പാക്ക് ചെയ്യാനും. അതായത് ഒരുപാട് ക്ലോസ് പാക്ക് ചെയ്ത്, ഇപ്പോൾ നമ്മൾ കോളത്തിലിട്ട് തട്ടിയൊക്കെ ഭയങ്കര ക്ലോസ് പാക്ക് ചെയ്ത് കഴിഞ്ഞാൽ സെപ്പറേഷൻ ഒരുപാട് സ്ലോ ആയി പോകും. അപ്പോൾ ഒരു പാക്കിംഗ് എന്ന് വെച്ചാൽ ഒരു മീഡിയം സൈസിലായിരിക്കണം. നമുക്ക് നല്ല എലിമെന്റ് ഫ്ലോ, അത്യാവശ്യം എലിമെന്റ് ഫ്ലോ, എന്നാൽ വല്ലാതെ ഫ്ലോ ചെയ്യാൻ പാടില്ല, വളരെ സ്ലോയും ആകരുത്. ഇടത്തരം ഫ്ലോയിൽ നമുക്ക് നല്ല റെസൊല്യൂഷനിൽ സെപ്പറേറ്റ് ചെയ്യത്തക്ക രീതിയിൽ വേണം പാക്കിംഗ് ചെയ്യാനായിട്ട്. ഓക്കെ. ഇപ്പോൾ ഇവിടെ ഞാൻ പറഞ്ഞ തിൻ ലെയർ ക്രോമറ്റോഗ്രാഫിയിൽ നമുക്ക് അവൈലബിൾ ആണ് ഇംപ്രഗ്നേറ്റ്. ഇനി തിൻ ലെയറിലാണെങ്കിൽ വാട്ട് ഹാപ്പൻസ്, അങ്ങനെ നമുക്ക് മാർക്കറ്റിൽ ഇത് വാങ്ങാൻ കിട്ടും കേട്ടോ. തിൻ ലെയർ ക്രോമറ്റോഗ്രാഫി ഇംപ്രഗ്നേറ്റഡ് വിത്ത് വേരിയസ് അയോൺസ്. ഇതെന്തിനാ വെച്ചാൽ റെസൊല്യൂഷൻ, സെപ്പറേഷൻ നല്ല രീതിക്ക് കൂട്ടാൻ വേണ്ടിയിട്ടാണ് അയോൺസിനെയും കൂടെ ഇംപ്രഗ്നേറ്റ് ചെയ്യുന്നത്. ഇനി പേപ്പേഴ്സ് കോട്ടഡ് വിത്ത് ഡിഫറെൻറ്റ് അഡ്സോർബൻസ് ക്യാൻ ബി ബോട്ട് ഫ്രം മാർക്കറ്റ്. അപ്പോൾ ഇതാ ഞാൻ പറഞ്ഞ 3 ടൈപ്പ് ഓഫ് കോളമായിട്ട് യൂസ് ചെയ്യാം, പേപ്പർ മോഡിലും ചെയ്യാം, TLC മോഡിലും ചെയ്യാം ഈ അഡ്സോർപ്ഷൻ. നിങ്ങൾ ഇത് എസ്സേ വരുവാണെങ്കിൽ ഈ 3 മോഡും അവിടെ എഴുതി ചേർക്കണം. ഓക്കെ. ഇനി അവിടെ നമ്മൾ ആപ്ലിക്കേഷൻ അനാലിസിസ്, ഒരു ക്രോമറ്റോഗ്രാഫി പറയുമ്പോഴത്തേക്ക് നമ്മൾ പ്രിൻസിപ്പിൾ എഴുതണം, പ്രൊസീജിയർ എഴുതണം. ആ പ്രൊസീജിയറിന് കീഴിൽ എഴുതേണ്ട കാര്യങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞു. അപ്പോൾ ഓരോ പ്രാവശ്യം ഓരോ ടൈപ്പ് ഓഫ് ക്രോമറ്റോഗ്രാഫി പറയുമ്പോൾ പ്രൊസീജിയർ ഡീറ്റെയിൽ ആയിട്ട് പറയത്തില്ല. കാരണം പേപ്പർ, TLC, കോളം നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. അത് 3 എല്ലാ ക്രോമറ്റോഗ്രാഫിക്കും ഒരുപോലെയാണ്. ആ പ്രൊസീജിയർ എല്ലാം കോമൺ. അപ്പോൾ അത് മൊത്തം അവിടെ എഴുതണം എന്ന് സാരം. ഇനി അനാലിസിസ് എന്നൊരു സംഗതിയുണ്ട് പ്രൊസീജിയറിന് കീഴിൽ. ആ അനാലിസിസ് എന്ന് വെച്ചാൽ ഇവിടെ പറഞ്ഞേക്കുന്ന കുറേ എക്സാമ്പിൾസ് കണ്ടോ. അപ്പോൾ ഇതിനെല്ലാം കോമൺ ആയിട്ടുള്ള ഒരുപാട് അനാലിസിസ് ഡിറ്റക്ഷൻ മെത്തേഡ്സ് ഞാൻ ഓരോന്നിനും തന്നിട്ടുണ്ട്. കോളത്തിനും തന്നിട്ടുണ്ട്, TLCക്കും തന്നിട്ടുണ്ട്, പേപ്പറിലും തന്നിട്ടുണ്ട്. അതെല്ലാം നമുക്ക് ഇവിടെ എഴുതാം അനാലിസിസിന് കീഴിൽ, പ്രൊസീജിയറിന് അവിടെ. ഓക്കെ. സോ വെനെവർ യു റൈറ്റിംഗ് ക്രോമറ്റോഗ്രാഫിക് ടെക്നിക്, അവിടെ പ്രിൻസിപ്പിൾ ഉണ്ടായിരിക്കണം, പ്രൊസീജിയർ ഉണ്ടായിരിക്കണം. പ്രൊസീജിയറിലാണെങ്കിൽ നമ്മുടെ ടെക്നിക്ക് എങ്ങനെ ഇത് ചെയ്യുന്നു എന്ന് എഴുതണം, അനാലിസിസ് വരെ, ഡിറ്റക്ഷൻ വരെ എഴുതണം. ആ ഡിറ്റക്ഷൻ ഇതിനു മുമ്പ് എവിടെല്ലാം പറഞ്ഞിട്ടുണ്ടോ അതെല്ലാം നമ്മൾ ഈ ഡിറ്റക്ഷൻ ഇവിടെയും ചേർക്കാൻ പറ്റും. ഇനി ആപ്ലിക്കേഷൻ ലെവലിലേക്കാണ്. ആപ്ലിക്കേഷൻ കൂടെ ചേരുമ്പോൾ മാത്രമേ ഈ ക്രോമറ്റോഗ്രാഫിയുടെ കംപ്ലീറ്റ് സംഗതി കംപ്ലീറ്റ് ആവത്തുള്ളൂ. ഇനി ഏതൊരു ക്രോമറ്റോഗ്രാഫി പോലെ ബയോകെമിക്കൽ സെപ്പറേഷൻസിനാണ് അഡ്സോർപ്ഷൻ ക്രോമറ്റോഗ്രാഫിയും യൂസ് ചെയ്യുന്നത്. എന്തിൻ്റെയൊക്കെ സെപ്പറേഷൻ? അമിനോ ആസിഡ്സിൻ്റെ, മോണോ ആൻഡ് ഡൈസാക്രൈഡ്സിൻ്റെ, ന്യൂട്രൽ ലിപ്പിഡ്സിൻ്റെ, കൊളസ്ട്രോൾ എസ്റ്റേഴ്സിൻ്റെ, കെരോട്ടിനോയിഡ്സിൻ്റെ, ഫോസ്ഫോലിപ്പിഡ്സിൻ്റെ, ഇതിൻ്റെയൊക്കെ ബയോകെമിക്കൽ സെപ്പറേഷന് അഡ്സോർപ്ഷൻ ക്രോമറ്റോഗ്രാഫി യൂസ് ചെയ്യും. അപ്പോൾ ഇതിൻ്റെ എല്ലാ അനാലിസിസും ഞാൻ ഇതിനു മുമ്പ് പേപ്പറിലോ TLCയിലോ കോളത്തിലോ ഒക്കെ പറഞ്ഞിട്ടുണ്ട്. അതെല്ലാം നമുക്ക് പ്രൊസീജിയറിന് കീഴിലെ ഡിറ്റക്ഷനിൽ അല്ലെങ്കിൽ അനാലിസിസിൽ എഴുതി ചേർക്കണം നിങ്ങൾ. ഇത് വേറൊരു സ്ലൈഡാണ്. നമ്മൾ ആ പ്രീവിയസ് സ്ലൈഡിൽ ഇല്ലാത്ത വല്ല ആപ്ലിക്കേഷനെ അതും കൂടി ഇതിൽ വേണമെങ്കിൽ എഴുതിയെടുക്കാം. സെപ്പറേഷൻ ഓഫ് അമിനോ ആസിഡ് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു, ഇത് വേണം എഴുതാം. യൂസ്ഡ് ഇൻ ഐസൊലേഷൻ ഓഫ് ആൻറ്റിബയോട്ടിക്സ്, യൂസ്ഡ് ഇൻ ഐഡന്റിഫിക്കേഷൻ ഓഫ് കാർബോഹൈഡ്രേറ്റ്സ് പറഞ്ഞു ഓൾറെഡി. സെപ്പറേറ്റ് ആൻഡ് ഐഡന്റിഫൈ ഫാറ്റ്സ് ആൻഡ് ഫാറ്റി ആസിഡ്സ് പറഞ്ഞു. പിന്നെ ഐസൊലേറ്റ് ആൻഡ് ഡിറ്റർമിൻ ദി പെപ്റ്റൈഡ്സ് ആൻഡ് പ്രോട്ടീൻസ്, അത് നമ്മൾ പ്രീവിയസ് സ്ലൈഡിൽ പറഞ്ഞിട്ടുണ്ട്. എക്സ്ട്രാ ആയിട്ട് ഐസൊലേഷൻ ഓഫ് ആൻറ്റിബയോട്ടിക്സ് മാത്രമേ ഉള്ളൂ, അതും കൂടെ എഴുതി ചേർക്കുക. അപ്പോൾ നമ്മൾ എസ്സേ എഴുതുമ്പോഴത്തേക്ക് പ്രിൻസിപ്പിൾ, പ്രൊസീജിയർ,
ആപ്ലിക്കേഷൻ. പിന്നെ ഞാനിവിടെ സ്ലൈഡുകളിൽ വീഡിയോയിൽ എവിടെയൊക്കെ ഫിഗർ വന്നിട്ടുണ്ടോ ആ ഫിഗർ എല്ലാം നിങ്ങൾ നിങ്ങളുടെ നോട്ടിൽ വരച്ച് ചേർത്തിരിക്കണം. കാരണം ഫിഗർ ഇല്ലാതെ ഈ പറഞ്ഞ ഒരു ടെക്നിക്സിനും മാർക്സ് കിട്ടത്തില്ല. അതിന്റെ സപ്പോർട്ടീവ് ഫിഗറും കൂടി വരച്ചാൽ മാത്രമേ മാർക്സ് കിട്ടുള്ളൂ. അപ്പോൾ ആ ഫിഗർ തന്നിട്ടുണ്ടെങ്കിൽ അതെല്ലാം നിങ്ങളുടെ നോട്ട്സിൽ ഉണ്ടായിരിക്കണം. ഓക്കെ, അപ്പോൾ ഇന്നത്തേക്ക് നമുക്ക് നിർത്താം ഇവിടെ കൊണ്ട്. ഓക്കെ.